വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ട് അത് അലങ്കരിക്കാൻ തുടങ്ങിയിട്ട് 11 വർഷമാവുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ടേമിലെ ആദ്യത്തെ വർഷം ഇപ്പോൾ ഈ ദിവസം തികയുകയാണ്. ഇനി അദ്ദേഹത്തിന് 4 വർഷം കൂടെയുണ്ട് മൂന്നാമത്തെ ടേം പൂർത്തിയാക്കാനായിട്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് അദ്ദേഹം മൂന്നാമത്തെ ടേം പൂർത്തിയാക്കില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ചില ദോഷൈകതൃക്കുകൾ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം മൂന്നാമത്തെ ടേം പൂർത്തിയാക്കും. നാലാമത്തെ ടേമിൽ നമ്മൾ നാലാമത്തെ ടേമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നാലാമത്തെ ടേമിൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നുള്ളൊരു ടോക്കാണ് യഥാർത്ഥത്തിൽ BJP ക്യാമ്പിൽ നടക്കുന്നത്. അപ്പോഴും നരേന്ദ്രമോദിയോടാണ് RSSന് താല്പര്യമെന്ന് പല ആൾക്കാരും പറയുന്നു. പക്ഷെ നമ്മുടെ ടോപ്പിക് അതല്ല. നമ്മുടെ ടോപ്പിക് ഈ ഒരു വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ നമുക്കെല്ലാം അറിയാം. മൂന്നാമത്തെ ടേം അങ്ങനെയല്ല. മൂന്നാമത്തെ ടേമിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജനസമിതിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത് സത്യവുമാണ്. വാരണാസിയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. അദ്ദേഹവും യോഗിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഇത്തവണ മന്ത്രിസഭ എന്ന് പറയുന്നത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. TDPയും പിന്നെ നമ്മുടെ നിതീഷ് കുമാറിന്റെ പാർട്ടിയും ആണ് നരേന്ദ്രമോദിയെ ബാക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഒരു വർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായത്, BJPക്ക് ഉണ്ടായെന്ന് ഞാൻ ചോദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ്സുകാരും ഈ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലം ഒരു ഏകാധിപത്യ സ്വഭാവമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏകാധിപത്യമില്ല. ഇപ്പൊ ഏകാധിപത്യ പ്രവണത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു നവഫാസിസ പ്രവണത ഇവർ കാണിക്കുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുന്നത്. ഫാസിസമല്ല, നവഫാസിസ പ്രവണതയാണ് കാണിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഹിന്ദു മഹാസഭ CPM-നെ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഏത് നമ്മുടെ ഗോഡ്സെ വെടിവെച്ച് കൊന്ന ഹിന്ദു മഹാസഭ CPM-നെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ശിവസേന ഇവിടെ CPM-ന്റെ കൂടെയാണല്ലോ. അപ്പോ ഹിന്ദു മഹാസഭ CPM-നെ ബാക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെയൊക്കെ ആലോചിച്ച് ഭയങ്കര ചിരി വരുന്നുണ്ട്. അത് വേറൊരു ടോപ്പിക്, അത് പോട്ടെ. അപ്പോ ഈ നവഫാസിസ്റ്റ് പ്രവണത കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം 10 കൊല്ലം ഇവർ ഭരിച്ചത് സർവാധിപത്യത്തോടു കൂടിയായിരുന്നു. എന്തും ചെയ്യാനുള്ള ശക്തി ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഇവർ ജനാധിപത്യം എന്താണെന്ന് പഠിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. കാരണം 2 പാർട്ടികൾ കൂടെ ഉണ്ട്, അവരുടെ വാക്കുകൾ കൂടെ കേൾക്കണം എന്നുള്ള സംഭവങ്ങൾ പറയുന്നു. പിന്നെ ഈ ഒരു വർഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഒപ്പിട്ട സുപ്രധാനമായിട്ടുള്ള കരാറുകൾ എന്തൊക്കെയാണ്? രണ്ടാമത്തെ കാര്യം, ചെനാബ് പാലമൊക്കെ നമുക്കറിയാം ഈ ഒരു വർഷത്തിലുണ്ടായ വലിയ മാറ്റങ്ങളാണ്. ബ്രിട്ടീഷുകാർക്ക് പോലും കൊണ്ടുവരാൻ പറ്റാത്ത പാലം എന്നാണ് ഉമർ അബ്ദുള്ള പറഞ്ഞത്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ, ഇത് ഈ ഒരു വർഷത്തിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നെ വഖഫ് നിയമം ആണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഉയർത്തി കാണിക്കേണ്ട ഒരു നിയമം. ഇനി ചോദിക്കാനുള്ളത്, നരേന്ദ്രമോദി സർക്കാർ സത്യം പറഞ്ഞാൽ ഒന്ന് ഡൗൺ ആയോ ഈ ഒരു വർഷത്തിൽ? കോൺഗ്രസ് പറയുന്നത് പോലെ മോദി സർക്കാരിന് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഒരു നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം മങ്ങി എന്ന് ബിജുചേട്ടന് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ടോ? കോൺഗ്രസ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതല്ലെങ്കിൽ ആ മങ്ങിയ പ്രഭാവത്തെ മറികടന്നുകൊണ്ട് മോദി സർക്കാർ കുതിച്ചുയർന്ന് ഈ ഒരു വർഷം ഉജ്ജ്വലമായി ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുകയാണ്? എന്താ തോന്നുന്നത്? ഞാൻ ശ്രീ നരേന്ദ്രമോദിയുടെ 2002 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, വല്ലാത്ത മനുഷ്യനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അല്പമെങ്കിലും ഇദ്ദേഹത്തോട് താരതമ്യം ചെയ്യുന്ന ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള ഒരു വ്യക്തി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് പോലും കാലിടറിയിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, പാർട്ടി തകർന്നിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, അങ്ങനെ അനവധി സംഭവങ്ങളുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്കാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. മനുഷ്യന് ഓർമ്മയാണ്, നമ്മളും ലൈവിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന വേളയിൽ വാരണാസിയിൽ അദ്ദേഹം പല ഘട്ടങ്ങളിലും പിന്നിലായിരുന്നു, എതിരാളിയേക്കാൾ വളരെ പിന്നിലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ മീഡിയാസ് എല്ലാം, നാഷണൽ മീഡിയാസ് ആയാലും നമ്മുടെ സ്റ്റേറ്റ് മീഡിയാസ് ആയാലും എല്ലാം തന്നെ അവരുടെ ബ്രേക്കിംഗ് തന്നെ മോദി പിന്നിൽ എന്നായിരുന്നു. വലിയ ട്രയലിംഗ് ആയിരുന്നു നടന്നത്. അപ്പോ ശരിക്കും അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ട്രെൻഡ് മനസ്സിലായി, രാജ്യത്തിന്റെ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം അത് BJPക്ക് ഈ പറയുന്ന പോലെ ചാർസോബാർ എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തിന് അപ്പുറത്തേക്കൊന്നും നടക്കില്ല എന്നത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് രഹസ്യമായിട്ടും മറ്റും പറഞ്ഞിരുന്ന കാര്യമാണ്. അത് ആ 400-ന് മുകളിൽ എന്നൊരു ടാർഗറ്റ് തന്നെ കൊടുത്തത് BJPക്ക് സീറ്റ് കുറയും എന്ന് കണ്ടതുകൊണ്ട് ബൂസ്റ്റ് ചെയ്യാണ്. അത് ഓവർലോഡ് ആയിരുന്നു പാർട്ടിയുടെ MP-മാർക്കും അംഗങ്ങൾക്കും നേതാക്കൾക്കും കൂടെ. അതായത് 400 പറയുമ്പോൾ അവര് കരുതിയത് ഒരു 272 കിട്ടണം. അത് ആ കണക്കൂട്ടലിലായിരുന്നു ആ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തത്. കാരണം അതിന്റെ തുടക്കത്തിൽ ആ ടാർഗറ്റ് ആയിരുന്നില്ല. തുടക്കത്തിൽ അവർ പറഞ്ഞത് 350 ആയിരുന്നു. അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ 370 സീറ്റ് എന്നാണ് പറഞ്ഞത്.
പിന്നീട് ലാസ്റ്റ് ടൈമിലേക്ക് വരുമ്പോഴാണ് അത് 400 ബാർ എന്നൊരു കണക്കിലേക്ക് അവർ എത്തുന്നത്. അപ്പോൾ അതിന്റെ ദേശീയ തലത്തിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന പല നേതാക്കളും പറഞ്ഞു ഈ കണക്ക് വരില്ല, 400 ബാർ എന്നൊക്കെ പറയുന്നത് അമിതമായ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു ഇഞ്ചോടിഞ്ച് നമുക്ക് പറയാൻ കഴിയില്ല. ആദ്യത്തെ ഒരു 6-7 റൗണ്ടൊക്കെ ശ്രീ നരേന്ദ്രമോദിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ വാരണാസിയിലെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിന്റെ ട്രെൻഡും അതായിരുന്നു. പക്ഷെ ഫലം വന്നപ്പോഴും അതുപോലെ തന്നെ മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. ഒപ്പം തന്നെ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. അപ്പോൾ തന്നെ റിസൾട്ട് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം അടക്കമുള്ള മോദി വിരുദ്ധരെല്ലാം പറഞ്ഞു മോദിയുടെ യുഗം കഴിഞ്ഞിരിക്കുന്നു, മോദിക്ക് പ്രഭാവത്തിനും അങ്ങനെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊന്ന്, അദ്ദേഹം TDPയെയും JDUവിനെയും കൂടെ ക്ഷണിച്ചുകൊണ്ട് ഒരു NDA സർക്കാർ, ഒരു കൂട്ടുകക്ഷി സർക്കാർ, മുൻപ് കൂട്ടുകക്ഷി സർക്കാരാണെന്ന് പറഞ്ഞാലും BJPക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ അവർക്ക് മെജോറിറ്റി ഉണ്ടായിരുന്നു. ഇത് മെജോറിറ്റി ഇല്ലാത്തൊരു സർക്കാരിനെ നയിക്കുന്നു മോദി. ഇവിടെ എല്ലാവരും ചിന്തിച്ചൊരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മുഖ്യമന്ത്രിയായ കാലം തൊട്ട് ഈ 2024 വരെ കൂട്ടുകക്ഷി സർക്കാരിനെ നയിച്ചിട്ടില്ല. അവിടെ എല്ലാവർക്കും കാരണം ഇദ്ദേഹം ഒരു ഒറ്റയാനാണ്, ഇദ്ദേഹത്തിന്റെ ഡിസിഷൻസ് ആണ് അത് അദ്ദേഹം നടപ്പാക്കി എടുക്കുക എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുക, നടപ്പാക്കി എടുക്കുക, ഇച്ഛാശക്തിയുള്ള ഒരു ഭരണം. അപ്പം അദ്ദേഹത്തിന് എങ്ങനെ ഈ TDPയെയും JDUവിനൊക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പോകാൻ കഴിയുമെന്നൊരു വലിയ ചർച്ച തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നു. നമ്മുടെ TV ചാനലുകളിലൊക്കെ അനവധി ദിവസം അതിനെക്കുറിച്ച് തന്നെ ചർച്ച നടന്നു. അദ്ദേഹത്തിന് ഇത് പറ്റുമോ? കാരണം ഒരു ഒറ്റയാൻ ക്യാരക്ടറായിട്ടൊരു വ്യക്തിക്ക് ഇങ്ങനെ ബാക്കി രണ്ടുപേരെ കൂടെ നിർത്തിക്കൊണ്ട് എങ്ങനെ പോകാൻ പറ്റും? അത് തന്നെയല്ല, അവരുടെ പിന്തുണയിലാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രഷർ ഉണ്ടാകില്ലേ എന്ന് ഒരു ചിന്ത നമുക്ക് വരും. അപ്പം നരേന്ദ്രമോദി വിട്ടുവീഴ്ച ചെയ്യുമോ ഇവർക്ക് വേണ്ടി? അതായിരുന്നു എല്ലാവരുടെയും ഒരു ചിന്ത. ഇവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുമോ, ഇവർക്ക് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത പ്രധാനമായി ഉയർന്നു വന്നു. ഒപ്പം തന്നെ ഈ കൂടെയുള്ള TDP ആയാലും JDU ആയാലും ഒക്കെ BJPയുടെ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികളല്ല. അവരൊക്കെ കുറച്ചൊക്കെ സെക്യുലറിസം മാത്രമല്ല, മുസ്ലിം വോട്ട് ബാങ്ക് ആണ്. അവർക്കും ഒരു വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്ക് അവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരെങ്ങനെ മോദിയുമായി ഒത്തുപോകും, ഏത് നിമിഷവും പിൻവലിക്കും എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ട്. എല്ലായിടത്തും ആ ധാരണ, BJPക്കാർക്കിടയിലും ആ ധാരണയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ കാണുന്നത് ഒരു നിശബ്ദനായ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം പിന്നീട് റാലികളിലോ ഇല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുൻപിലോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്തൊന്നും അദ്ദേഹം പിന്നീട് വരുന്നത് നമ്മൾ കണ്ടില്ല. വളരെ നിശബ്ദനായിട്ട് ഈ മോദിയുടെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം മൗനത്തിലാകാറുണ്ട് പലപ്പോഴും. ചിലപ്പോൾ ഈ താടി നീട്ടി വളർത്താണ്, നമ്മൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ അങ്ങനെ കണ്ടു. അല്ലാത്തപ്പോഴും മൗനം പാലിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം മൗനം പാലിക്കുമ്പോൾ ഇപ്പൊ നമുക്കത് വലിയ ആശ്വാസമാണ്. കാരണം അത് ഒരു വലിയ നീക്കത്തിന്റെ മുന്നോടിയാണത്. സാധാരണഗതിയിൽ നമ്മൾ ഈ പുരാണത്തിലേക്ക് വായിച്ചിട്ടില്ല, ഒരു വലിയ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഈ സേനാനായകനും രാജാവും മറ്റുമൊക്കെ മൗനവ്രതത്തിലേക്ക് പോവുകയും ഒപ്പം തന്നെ പ്രാർത്ഥനയിൽ മുഴുകുകയും ഒക്കെ ചെയ്യും. മൗനവ്രതത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ പവർ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മൗനവ്രതത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഇത് മൗനവ്രതമാണോ എന്നറിയില്ല. പക്ഷെ അദ്ദേഹം ഇതിന് സ്റ്റേറ്റ്മെന്റുകളൊന്നും ഉണ്ടായില്ല. എന്തിനേറെ പറയുന്നു, അതുവരെ തലപൊക്കാതിരുന്ന BJPയിലുള്ള ചിലരുമൊക്കെ മോദി മാറണം, യോഗി വരണം എന്നൊക്കെ നിലയിലേക്ക് കാര്യങ്ങളുണ്ട്. പക്ഷെ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഹരിയാന നിയമസഭയിൽ BJP വലിയ രീതിയിൽ ജയിച്ചു കയറി. അതൊരു വല്ലാത്തൊരു അത്ഭുതമായി പോയി. കാരണം എല്ലാ സർവേകളാണെങ്കിലും അവിടെ ശരിക്കും പറഞ്ഞാൽ BJP എങ്ങനെ ജയിച്ചു എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം. അവിടെയാണ് അമിത്ഷാ രാപകല് കഷ്ടപ്പെടുകയും മോദിയുടെ ഒരു ബ്രാൻഡ് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നു. ജാട്ടുകളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള വിഭാഗങ്ങളെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി ഒരു OBC മുഖ്യമന്ത്രിയെ കൂടെ വെച്ചുകൊണ്ട് ഒരു വലിയ നീക്കം നടത്തി. ഒരു വലിയ അട്ടിമറി വിജയമാണ് BJP അവിടെ നേടിയത്. ഈ ജാട്ടുകളുടെ പിന്നിലേക്ക് മാത്രമായി കോൺഗ്രസ് ഒതുങ്ങിപ്പോയി. അവിടെയാണ് കോൺഗ്രസിന് പറ്റിപ്പോയി പാളിച്ചയും BJPയുടെ ജയവും. അപ്പോഴെല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം, മോദി ഒതുങ്ങിയിട്ടില്ല എന്ന് തോന്നി. അത് ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം BJPക്കാർക്ക് നൽകിയ ആവേശം ചെറുതൊന്നുമല്ല. കാരണം അവർ ഈ അടുത്ത കാലത്തൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോഴതിൻ്റെ ലോക്സഭ വന്നു, 240 സീറ്റിലേക്ക് അവർ ഒതുങ്ങിപ്പോയി. അപ്പോൾ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഹരിയാന എന്താകും, ഹരിയാന പോയി കഴിഞ്ഞാൽ തീർന്നില്ല. കാരണം 2 വർഷം അടുപ്പിച്ച് ഭരിച്ച സംസ്ഥാനമാണ്, എന്താകും, ഖട്ടാറിനെ മാറ്റിയത് ശരിയായോ, സൈന്യം വന്നത് ശരിയായോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ വരുന്നു. പക്ഷെ അവിടെ ജയിച്ചു. അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം BJPക്ക് ഇരട്ടിച്ചു. അവർ മഹാരാഷ്ട്രയെ കുറിച്ച് വലിയ ഇതൊന്നും വീരവാദമൊന്നും അവർ മുഴക്കിയില്ല. ഞങ്ങൾ പിടിക്കുമെന്നോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുമെന്നോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര റെക്കോർഡ് ഉണ്ടാക്കുന്നു ഒന്നും അവർ മഹാരാഷ്ട്രയെ കുറിച്ച് പറഞ്ഞില്ല. അവിടെയും അവര് സംഘപരിവാരം ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി സൈലന്റ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 1.25 ലക്ഷം മീറ്റിംഗ് എങ്ങാണ്ടാണ് RSS മാത്രം മഹാരാഷ്ട്ര നടത്തിയത്. 70,000-ഓളം മീറ്റിങ്ങുകൾ ഈ പറയുന്ന ഹരിയാനയിലും RSS നടത്തി. അവിടെയും മോദിയുടെ ബ്രാൻഡ് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. ഒരു സമയത്ത് വന്നപ്പോൾ യോഗിയുടെയൊക്കെ പോസ്റ്റുകൾ മഹാരാഷ്ട്രയിൽ ധാരാളം ഉയർന്നു വന്നു.
യോഗിയുടെ പോസ്റ്ററുകളൊക്കെ പതിച്ചു. അതൊക്കെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കരുത്. യോഗിയെ കൊണ്ടുവരുന്നു BJP, മോദി അതാണ് തീർന്നെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ല, അവിടെ BJP ഭയങ്കരമായ ഒരു വിജയം നേടി. അത് BJPയുടെ ആത്മവിശ്വാസം ഡബിൾ ആക്കി. പിന്നെ നമ്മൾ കാണുന്ന കാശ്മീരിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ട് BJP മാറുന്നു. അതൊരു വലിയ നേട്ടമായി വന്നു. അതിനിടയിൽ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പോട് വരുമ്പോൾ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മാത്രമാണ് പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ബ്രാൻഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ദില്ലി തെരഞ്ഞെടുപ്പ്. കാശ്മീർ തെരഞ്ഞെടുപ്പ്, കാശ്മീരിൽ ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാം. ഒറ്റയ്ക്ക് ഭരിക്കാൻ BJPക്ക് ഇപ്പോഴത്തെ അവസ്ഥ കഴിയില്ല. കാരണം അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് മാറി വരേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെ ഈ ഒരു ഒറ്റ ബ്രാൻഡിലാണ് ദില്ലി തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ മോദി എന്ന് പറയുന്നത്, മോദിയുടെ ഗ്യാരണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി വോട്ടെടുപ്പിനെ നേരിട്ടത്. അവിടെയും കൂടെ ജയിച്ചു കയറി കഴിഞ്ഞപ്പോൾ മോദിയുടെ ഒരു പ്രഭാവം മങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിശബ്ദത എന്ന് പറഞ്ഞ ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണ് എന്നുള്ളത് പലർക്കും മനസ്സിലായി തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം തുടർന്നു വന്ന നയങ്ങൾ, ആ 2 ടേമിലും തുടർന്നു വന്ന നയങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടിരുന്നു. ആയുഷ്മാൻ ഭാരതിന്റെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിർഭാഗ്യവശാൽ അത് വന്നിട്ടില്ല. കൊടുക്കുന്നു, ചികിത്സ 5 ലക്ഷം വരെയുള്ള ചികിത്സ കൊടുക്കുന്നു. മറ്റൊന്ന് എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ ടാക്സിൽ ഒരു വമ്പം പ്രഖ്യാപനം നടക്കുന്നു. 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഒപ്പം വികസനം നടക്കുന്നു. ഇവിടെ മോദി കരുത്തനായി. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ആദ്യ റൗണ്ടിൽ തന്നെ, അതായത് ഈ അലയൻസ് ഉണ്ടാക്കി കഴിഞ്ഞ ആദ്യ റൗണ്ടിൽ തന്നെ, ആദ്യത്തെ ബഡ്ജറ്റ് തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു സ്വപ്നത്തിന് മോദി തറക്കല്ലിട്ടു എന്നുള്ളതാണ്. അമരാവതിയിൽ ഒരു തലസ്ഥാനം വേണമെന്നായിരുന്നു ശ്രീ ചന്ദ്രബാബു നായിഡുവിന്റെ എക്കാലത്തെയും ആഗ്രഹം. അതവിടെ നടക്കാറില്ല. കാരണം അങ്ങനെ YSR കോൺഗ്രസിന്റെ ജഗൻമോഹൻ വന്നു കഴിയുമ്പോൾ അത് മാറ്റും. അദ്ദേഹത്തിന് അമരാവതി വേണ്ട, അദ്ദേഹത്തിന് 3 തലസ്ഥാനം വേണം, വിജയവാഡ വേണം, അമരാവതി വേണം. അങ്ങനെ 3 തലസ്ഥാനത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. ഇതിന്റെ പിന്നിലൊക്കെ റിയൽ എസ്റ്റേറ്റ് മാഫിയും കാര്യങ്ങളുണ്ട്. അത് വേറൊരു കഥ. നമുക്ക് വേറൊരു എപ്പിസോഡ് തന്നെ എടുക്കാനുള്ള ചരിത്രം ഈ അമരാവതിക്കുണ്ട്. ഈ അവിടെ നടക്കുന്ന ഈ 2 അണ്ണന്മാരെ കൂടെ ചെയ്ത കൊള്ളയുടെ കാര്യം. അപ്പൊ ഇത് വേണമെന്ന് പറഞ്ഞു. അതിനൊക്കെ വേണ്ടി മാത്രം 2000 അപ്പൊ ഒരു വലിയ ഗുണം ചെയ്തതെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഒരു വടിയെടുത്തു. സുപ്രീം കോടതി പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ ഈ ഹൈദരാബാദിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കരുത്, അതിപ്പോ തെലങ്കാനയ്ക്ക് 2 പേർക്കും കൂടെ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ തലസ്ഥാനം. ഇനി അത് പറ്റത്തില്ല, നിങ്ങൾ ചെയ്തേ പറ്റും. ഇപ്പൊ എത്ര നാളായത് നിങ്ങൾ വേറെ തുടങ്ങുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റോടെ വരികയും ചെയ്തു. മോദി അപ്പോൾ തന്നെ ഒരു 2300 രൂപ എടുത്ത് അപ്പോൾ തന്നെ 2300 കോടി രൂപ അപ്പോൾ തന്നെ അനുവദിച്ചു. പുതിയ തലസ്ഥാനം നടക്കട്ടെ എന്ന് പറഞ്ഞു. ചന്ദ്രബാബു നായിഡുവിന് ഇതിൽ പരം പാൽപ്പായസം വേറെ കിട്ടാനില്ല. ഇനി അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നവും അഭിലാഷവുമായിരുന്നു. കാരണം അത് ചരിത്രത്തിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പേര് എന്നും നിൽക്കും. അമരാവതിയുടെ സ്ഥാപകൻ, ഇല്ലെങ്കിൽ അമരാവതിയുടെ തലസ്ഥാനം കൊണ്ടുവന്ന ആള് എന്നൊരു ഇത്. പിന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ കളം തന്നെ അമരാവതിയാണ്. അപ്പൊ അവരുടെ സമുദായങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തൃപ്തനായി. അവിടെ തീർന്നു കാര്യം. അവിടെ തീരുക മാത്രമല്ല, അതേ സമയത്ത് തന്നെ അവിടെ പവൻ കല്യാണിനെ പൊക്കിയെടുത്തുകൊണ്ട് ഹിന്ദുത്വത്തിന്റെ പ്രതീകമാക്കി മാറ്റാനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അതായത് ഒരേ സമയം തന്നെ അവിടെ ശത്രുവിനെ മിത്രത്തെയും കൂടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ. അതായത് ഇവിടെ ഒരു കടുത്ത ഹിന്ദുത്വത്തിലേക്ക് പോയിക്കൊണ്ട്, കാരണം BJPയെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിൽ ഒറ്റയ്ക്കൊരു റീച്ചിലേക്ക് പോകുക വലിയ പാടാണ്. അവിടെയാണ് പവൻ കല്യാണിനെ ഇറക്കിക്കൊണ്ട്, ജനസേനയെ ഇറക്കിക്കൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോയി. ഇവിടെ ബീഹാറിലേക്ക് വന്നപ്പോഴത്തേക്കും ബീഹാറിന്റെ എല്ലാ കാലത്തെയും ഒരു വലിയ സ്വപ്നമായിരുന്നു ബീഹാർ പാക്കേജ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ന്യായമായിട്ട് ഇവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ മോദി ആന്ധ്രയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട കാര്യമല്ല. ഇത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തലസ്ഥാനം ഡിവൈഡ് ചെയ്തപ്പോൾ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ പൈസയാണ്. കാരണം ഒരു സംസ്ഥാനം ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സംസ്ഥാനം വിഭജിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങൾക്ക് കോമ്പൻസേഷൻ ഉണ്ട്. ആ കോമ്പൻസേഷനാണ് വലിയ പ്രശ്നം. അത് ഇദ്ദേഹം കൊടുത്തു എന്നുള്ള, അല്ലാതെ വഴിവിട്ട് ഇദ്ദേഹം ഒന്നും കൊടുത്തിട്ടില്ല. ഇവരെ സൂപ്പിച്ച് നിർത്താനൊന്നും കൊടുത്തിട്ടില്ല. ഈ ബീഹാർ പാക്കേജ് എപ്പോഴാണ് തുടങ്ങിയത്? ജാർഖണ്ഡ് ബീഹാറിൽ നിന്ന് പോയ കാലം മുതലേ തന്നെ അവർ ആവശ്യപ്പെടുന്നതാണ്, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസ അതാ. കാരണം ബീഹാറിന്റെ ഒപ്പം ഈ ജാർഖണ്ഡ് സംസ്ഥാനമുള്ള സമയത്ത് എന്തായിരുന്നു, ഈ ജാർഖണ്ഡിലുള്ള ഖനിയുടെ മുഴുവൻ പൈസയും ബീഹാർ സർക്കാരിനുള്ളതായിരുന്നു. ആ വരുമാനമാണ് അവരുടെ നിലച്ചത്. അപ്പൊ അതിന് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ തരണം. അത് ന്യായമുള്ള കാര്യമാണ്. ഇന്ത്യൻ നമ്മുടെ ഭരണഘടന പറയുന്ന കാര്യമാണ്. അന്ന് അതൊക്കെ ഉറപ്പ് കൊടുത്ത കോൺഗ്രസ് ആയി, അത് പിന്നെ ചെയ്തില്ല. അപ്പോൾ അവിടെ 6000 കോടി രൂപയുടെ ഒരു പാക്കേജായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. പകരം ഒരു വലിയ വികസന പ്രവർത്തനമായിട്ട് അത് പ്രഖ്യാപിച്ചു. അതോടുകൂടി നിതീഷ് കുമാറിന് ഏതാണ്ടൊക്കെ പൂവണിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ 2 പേരുടെ പ്രശ്നം, ഇവർക്ക് ഈ പാക്കേജ് അവർക്ക് കിട്ടേണ്ടതാണ്. അതിപ്പോൾ ആര് കയറിയാലും ഈ പാക്കേജ് അവർ ആവശ്യപ്പെടാറുള്ളതുമാണ്. അപ്പൊ അത് 2 കൊടുത്തുകൊണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ആയി. പക്ഷെ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ അത് തെറ്റിദ്ധരിപ്പിച്ച രീതി പറഞ്ഞത്, അത് നരേന്ദ്രമോദി എന്താണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവർക്ക് പൈസ കൊടുത്ത് സൂപ്പിച്ച് നിർത്താൻ. പറഞ്ഞത് ബീഹാറിൽ നിന്നും
ആന്ധ്രയിൽ നിന്നുമാണല്ലോ മോദിയെ ബാക്ക് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ബജറ്റിൽ വാരിക്കോരി കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല, അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ കേരളം രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിന് കിട്ടും അത്, ഇല്ലേ? മലബാറായിട്ട് ഇത് കിട്ടും വിഭജിക്കണമെന്ന് കിട്ടും പണ്ടുപോലെ കിട്ടും മുസ്ലിം കിട്ടും. ലീഗ് പറയുന്ന സാധനമല്ലേ? അല്ല, അവർക്ക് ആവശ്യപ്പെട്ട തുക ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇപ്പം അതെ. ഇപ്പൊ കുറച്ച് പൈസയെങ്കിലും കൊടുത്തിട്ടുണ്ട്. അന്ന് ഇത് ഈ തെലുങ്കാനയും ഈ ആന്ധ്രയും തമ്മിൽ ഒരു ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അന്ന് 60,000 കോടി രൂപയായിരുന്നു അവിടെ അന്നത്തെ കാലത്ത് കോൺഗ്രസ് ഉം. സർക്കാർ പറഞ്ഞു. ഇപ്പൊ അത് 60,000 കോടി രൂപയ്ക്ക് ഇപ്പൊ ഒരു പണി നടക്കത്തില്ല അവിടെ. ഇപ്പൊ അത് കൂടി, വല്ലാതെ രീതിയിൽ കൂടിയിട്ടുണ്ട് ആ സാധനം. അതെ അപ്പം അതെ. എന്ത് പറ്റും? ഇപ്പം മോദി സർക്കാർ അവിടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറുതല്ല, ഒരു പകുതി പൈസയെങ്കിലും കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇത് കൊടുക്കേണ്ട പൈസ പറയാം. തന്നെയാണ്. അതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ബീഹാറിലെ പാക്കേജിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? എത്രയോ വർഷമായിട്ട് അവിടെ പിന്നെ JDU-വും ഈ പറയുന്ന ലല്ലുവിന്റെ പാർട്ടിയൊക്കെ സമരം ചെയ്തതാണ്. എത്രയോ പ്രശ്നം. ഈ കോൺഗ്രസ് ഒക്കെ അവിടെ പോകാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും അത് തന്നെയായിരുന്നു. ഈ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് തകരാനുണ്ടായ കാരണങ്ങളൊന്നും ഇത് തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് കൊടുക്കാനുള്ള പൈസ തന്നെയാണ് കൊടുത്തത്. അല്ലാതെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലത്തെ സംഭവമേ അല്ല. ആ രണ്ട് സംഭവങ്ങൾ കൂടി അവരെ മെരുക്കിയെടുക്കാൻ കഴിയുകയും തന്റെ നിലപാടുകളുമായി, തന്റെ അജണ്ടകളുമായി മുൻപോട്ട് പോകാൻ കഴിയുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയമാണ് മോദിയെ വീണ്ടും ഒരു സ്റ്റാർ ആക്കി മാറ്റിയത്. ഒരേ ഒരു മോദിയേ ഉള്ളൂ, മോദി ബ്രാൻഡിൽ തന്നെയാണ് വിജയം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അദ്ദേഹം ഈ ഒരു കാലയളവിൽ അദ്ദേഹം പല ബില്ലുകളും കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ല് അദ്ദേഹം കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. കാരണം JDU പിന്തുണ പിൻവലിക്കും, നായിഡു പിന്തുണ പിൻവലിക്കും. അന്നും നമ്മൾ മാത്രം പറഞ്ഞിരുന്നു ഇതൊന്നും സംഭവിക്കത്തില്ല, കൃത്യമായി തന്നെ ഇവരെല്ലാം ഒന്ന് പിന്തുണ കൊടുക്കും. ഇനി ഇവരുടെ പിന്തുണ ഇല്ലെങ്കിൽ മറുപുറത്തുനിന്ന് ചാടിച്ചു കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് BJP. നമ്മളിത് കണ്ടിട്ടുണ്ട്. ഈ രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്തും ഒന്നാം മോദി മന്ത്രിസഭയുടെ കാലത്തും ഇവർക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ഇവർ എവിടുന്നൊക്കെയാണ് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടെന്ന് വോട്ട് ചെയ്യിച്ചത്? ബിജു ജനതാദൾ ഇവരുടെ കൂടെ ഉള്ളവരല്ല, പിന്നെ YSR കോൺഗ്രസ് ഇവരുടെ കൂടെ ഉള്ളവരല്ല. എന്തിനേറെ പറയുന്നു, ഈ ആന്ധ്രയിൽ നിന്നുള്ള നാഷണൽ കോൺഗ്രസ് ഫറൂഖ് അബ്ദുള്ള, അവരുടെ വോട്ട് പോലും ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവരൊരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കാനായിട്ട്. അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പിക്ചർ കുറച്ചുകൂടെ ക്ലിയർ ആയി. അങ്ങനെ വഖഫ് ബില്ല് ഈസി ആയിട്ട് പാസ്സായി, വഖഫ് ഭേദഗതി ബില്ല് ഈസി ആയിട്ട് പാസ്സായി. ഒപ്പം തന്നെ പുതിയ പെൻഷൻ സ്കീമുകൾ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വികസനത്തിന്റെ പാതയിലായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പൊ പൊളിറ്റിക്കലി ആദ്യം തന്നെ അദ്ദേഹം വിജയം കൈവരിച്ചു. അതായത് ഈ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന് തിളക്കമാർന്ന വിജയം കിട്ടി. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ സർക്കാരിന്റെ, അതായത് ഒന്നും രണ്ടും മോദി സർക്കാരിന്റെ നിലപാടുകളും സാമ്പത്തിക നയങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, 2014 അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ 2% നമ്മുടെ സാമ്പത്തിക വളർച്ചയെങ്കിൽ, അല്ലെങ്കിൽ GDP റേറ്റ് എങ്കിൽ, അത് 4.6 എത്തിക്കാൻ ഈ 10 വർഷം കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ ഒരു മാസ്മരികം അല്ലെങ്കിൽ മാജിക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത് രണ്ടാമത് വന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കരുത്തരായ ഒരു രാജ്യമാണെന്നും നമ്മുടെ നാട്ടിൽ കയറി അക്രമം കാണിക്കാൻ ആരെ അനുവദിക്കില്ല എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ പവറിലെത്തി. കഴിഞ്ഞ ദിവസം ഒരു സർവേ നടന്നിരുന്നു, ദേശീയ ചാനലിന്റെ സർവേ. ആ സർവേ നമ്മളോട് അവലോകനം ചെയ്തതാണ്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് 88.6% പേരാണ് നരേന്ദ്രമോദി പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്കിനി ഒരാളുടെ ചിന്ത പോലും ഇപ്പോൾ ആരുടെ മനസ്സിലേക്ക് ഇല്ലാത്ത രീതിയിൽ ആ ഒരു ബ്രാൻഡ് വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ തകർക്കാൻ കഴിയാത്ത ഒരു നേതാവ്. ഇന്ന് രാവിലെ ഞാനൊരു നാഷണൽ ചാനൽ കാണുമ്പോൾ അതിനകത്തൊരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 11 വർഷമായിട്ടും എതിരാളികളെ തളർത്താൻ നോക്കിയിട്ടും എതിരാളികൾ തകർക്കാൻ നോക്കിയിട്ട് തകരാതെ നിൽക്കുന്ന ഒരേ ഒരു നേതാവ് നരേന്ദ്രമോദിയാണ്. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ അത് വലിയ കോൺഗ്രസ് അത്ഭുതമാണ്. കാരണം 11 വർഷമല്ല, 2022 മുതൽ നരേന്ദ്രമോദി അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നിട്ട് തോൽവികൾ അറിയാതെ 2022 മുഖ്യമന്ത്രി, അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രി, അതിനുശേഷം 2002 2002, അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രി, അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വീണ്ടും പ്രധാനമന്ത്രി, വീണ്ടും പ്രധാനമന്ത്രി, ഇനി തെരഞ്ഞെടുപ്പിന് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രധാനമന്ത്രിയാവും നരേന്ദ്രമോദി. ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ എത്തിപ്പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ആലോചിക്കും. കാരണം ഒരു ആള് പൊളിറ്റിക്സിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അയാളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മന്ത്രിസ്ഥാനം, മുഖ്യമന്ത്രിയല്ല, ഒരു മന്ത്രിസ്ഥാനം. ആ മന്ത്രിസ്ഥാനം തന്നെ ഒരു 5 കൊല്ലം എങ്ങനെയെങ്കിലും ഇരിക്കുക എന്നുള്ളതായിരിക്കും. ഈ 5 കൊല്ലം ഇരിക്കുന്ന ആൾക്കാരിൽ മുഖ്യമന്ത്രി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, സിനിമയിൽ മോഹൻ കാണിക്കാൻ എളുപ്പമാണ്, പക്ഷെ മോഹൻലാൽ ആവാൻ ആർക്കും പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി ആവാൻ യോഗമുള്ള ആൾ മുഖ്യമന്ത്രിയാവും. പക്ഷെ മുഖ്യമന്ത്രി ആകുന്ന ആൾക്ക് പോലും എങ്ങനെയാണ്
ഒരു 5 കൊല്ലം മുഖ്യമന്ത്രി ആയാൽ മതി, അതും അഴിമതിയൊന്നും ഇല്ലാതെ. അതിനുശേഷം ഇറങ്ങി വിരമിക്കാം, ചരിത്രത്തിൽ ഒരു ഇടം നേടാം, അതിനുശേഷം ആനുകൂല്യങ്ങളൊക്കെ പറ്റി വീട്ടിൽ ചുമ്മാ ഇരിക്കാന്നായിരിക്കും. പക്ഷെ ഇതതുമല്ല, ഇത് തൊടുന്നതെല്ലാം അങ്ങ് റോക്കറ്റ് വിട്ടതുപോലെ മുകളിലേക്ക് മാത്രമാണ് പോകുന്നത്. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നമ്മൾ അത്ഭുതമാണെന്ന് പറയുമ്പോഴേ നരേന്ദ്രമോദിയുടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അത്ഭുതമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം അദ്ദേഹം സാധിച്ചെടുത്തൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ല, ഇതിനകത്ത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട് ധനുഷ്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നിന്ന് ഒരു പോയിന്റ് പോലും പുറകോട്ട് മാറാറില്ല. അതെ ഒരു അതെ പോയിന്റ് പോലും. അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തിന്റെ ഈ 11 വർഷ കാലയളവിൽ ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു വന്നൊരു സമരം കർഷക സമരമായിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേന് ആ സമരക്കാരെല്ലാം കൂടെ ചുട്ടിക്കീട്ടി ജനം ഓടിച്ചു വിട്ടു. ഇനി സമരത്തിന് ഒരു അതെ അതെ സ്കോപ്പിലും തെളിയിച്ചു കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ തന്ത്രപൂർവമായിട്ട്. അതായത് നിരന്തരം ആ ശംഭു അതിർത്തിയിലൊക്കെ, ഹരിയാന പഞ്ചാബ് അതിർത്തിയാണ് ശംഭു അതിർത്തി, അവിടെ നിന്നും ഈ ഉം. ഡൽഹി ബോർഡറിലൊക്കെ കിടന്ന് എന്നും പ്രക്ഷോഭമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ്, ഹരിയാന തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നും പ്രശ്നവുമായിരുന്നു. പിന്നെ എൻ്റെ കുറെ ഗുസ്തിക്കാരും ഒക്കെ ഇറങ്ങി, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നം വന്നു. ഇവന്മാരൊന്നും ഒന്നുമല്ല, മോദിയാണ് ലീഡർ എന്നിടത്ത് ജനം വിധി എഴുതുകയാണ് അവിടെ. അതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ കർഷക സമരക്കാരെ ആരെയും ജയിലിൽ അടച്ചില്ല, ഇല്ലെങ്കിൽ അവരെ ആരെയും അടിച്ചൊതുക്കിയില്ല, ഒന്നും ചെയ്തില്ല. ജനത്തെ കൊണ്ട് തന്നെ മറുപടി കൊടുത്തു. ഇനി കർഷക സമരക്കാർ ഈ അടുത്തൊന്നും പൊങ്ങത്തില്ല. എന്തും പറഞ്ഞു പൊങ്ങാനാ? കാരണം പിന്നെ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം തന്നെ കാർഷിക നിയമം പിൻവലിച്ചു. ആ നിയമം അദ്ദേഹം, ഞാൻ മുമ്പ് പറയുന്നത് പോലെ തന്നെ, ഈ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് 1 സ്പൂൺ മരുന്നായിരിക്കും ഡോക്ടർ കൊടുക്കാൻ പറയുന്നത്. അപ്പൊ ആ കുട്ടിയെ നമുക്ക് കഴിപ്പിക്കാൻ വലിയ പ്രയാസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 1 സ്പൂണിന്റെ ഒരു അല്പം മരുന്ന് എടുക്കും അല്ലെ, എന്നിട്ട് അതിന്റെ കൂടെ ഒരു അല്പം പഞ്ചസാര വെച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ പനങ്കൽക്കണ്ടം അതെ വെച്ച് അതെ കൊടുക്കും. എന്നിട്ട് ആ കുട്ടിയുടെ വായിലോട്ട് വെച്ച് കൊടുക്കും. കുട്ടി ആ ഒരു തുള്ളി കഴിക്കും. അടുത്ത് ഇച്ചിട്ട് കഴിഞ്ഞിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ തലോടിയിട്ട് എന്ത് ചെയ്യും? പിന്നെയും ഇച്ചിരി ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ 1 സ്പൂൺ എന്തായാലും വയറ്റിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ പുള്ളി വയറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇനി നടപ്പാക്കാനുള്ളത്? ഇനി MSPയുടെ ഒരു കാര്യത്തിലെ തീരുമാനമാകാനുള്ളൂ. അത് അടുത്ത് തന്നെ ഇപ്പൊ തീരുമാനമാകും. അവിടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടത് ഒരു തന്ത്രമാണ്, ഇച്ഛാശക്തിയാണ്, പിന്നെ ഒരു മാസ്മരിക പവർ ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇത് ഇന്ദിരാഗാന്ധിയായിട്ട് പോലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ദിരാഗാന്ധി അനവധി അതെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു അല്ലാതെയുമൊക്കെ. പക്ഷെ ഇവിടെ നരേന്ദ്രമോദിക്ക് അങ്ങനെ പ്രതിസന്ധിയെ അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമാണ് എതിരാളികൾ കല്ലെറി. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്ന് നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ട് ആൾക്കാർ കമന്റ് ഇടുന്നില്ലേ? അത് ഉം. സ്വാഭാവികം മാത്രം. അത് എതിരാളികൾ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് ഒരു നോർമൽ, അത് അവരുടെ ഡ്യൂട്ടിയാണ്, എതിരാളികളുടെ ഡ്യൂട്ടിയാണ് അത് നമ്മളെ അങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടിയാണ് മോദിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഈ അതിന്റെ വരുന്ന അപ്പുറത്തേക്ക് വർഷങ്ങൾ ഒന്നുമല്ല. ഈ വരുന്ന വർഷങ്ങൾ നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഈ ജാതി സെൻസസും നമ്മുടെ സാധാരണ സെൻസസ് വരികയാണല്ലോ, മതങ്ങളുടെ സെൻസസും നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് അതിന്റെ പുറകെ വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ നരേന്ദ്രമോദിക്ക് കാലിടറുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇരിക്കുന്നത്. ജാതി സെൻസസും ഇത്ര ഉള്ള സെൻസസ്, കാരണം ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പേ നമ്മൾ എടുത്തു വെച്ച സെൻസസാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്, ജാതി സെൻസസ്. അതിനു മുമ്പ് നമ്മൾ ജാതി സെൻസസ് എടുത്തിട്ടില്ല. അപ്പോൾ അത് ഒരു വലിയ ഒരു സാധനമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിലും വലിയ സാധനങ്ങളൊക്കെ പുള്ളിക്കാരൻ വളരെ സുഖമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു ചാമുണ്ട് പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇരിക്കുമ്പം ജാതി സെൻസസ് നടന്നു കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കില്ലേ കാര്യങ്ങൾ? അല്ല, നല്ലൊരു പോയിന്റാണ് നിമിഷ പറഞ്ഞത്. ഞാനത് വിട്ടുപോയതാണ്. കാരണം എനിക്ക് തോന്നി ഈ 1 ഇയറിൽ മോദി ചെയ്ത ഏറ്റവും വലിയ പ്രഖ്യാപനം ഒന്ന് ഇന്ത്യയിൽ ജാതി സെൻസസ് നടത്തുക എന്നുള്ളത് തന്നെയാണ്. അതൊരു അതെ അനിവാര്യ ഘടകമാണ്. ജാതി സെൻസസ് വേണ്ടത് തന്നെയാണ്. അത് ദുരുപയോഗം ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് വേണ്ടൊരു കാര്യം തന്നെയാണ്. അതിനൊരു ചങ്കൂറ്റം വേണം. ഈ ചനാബിൽ ഒരു പാലം കഴിഞ്ഞ ദിവസം മോദി ഉദ്ഘാടനം ചെയ്തു. അവിടെ അതിൽ പങ്കെടുത്തുകൊണ്ട് ഒമർ അബ്ദുള്ള, അവിടുത്തെ മുഖ്യമന്ത്രി, പറഞ്ഞൊരു കാര്യം, ബ്രിട്ടീഷുകാർ വിചാരിച്ചിട്ട് നടന്നില്ല. അവർ പലവട്ടം നോക്കി ഒരു കാശ്മീരിനെയും ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്ന ഒരു പാലം പണിയാൻ. അവർക്ക് അതിന്റെ അതിർത്തി വരെ വന്നിട്ട് അവർക്ക് പണി പൂർത്തിയാക്കാനോ പണി നടത്താനോ കഴിഞ്ഞില്ല. ഇവിടെ കോൺഗ്രസ് ഭരിച്ചു 60-65 വർഷക്കാലം, ഒരു കുന്തവും നടന്നില്ല. കേവലം 10 വർഷം കൊണ്ടാണ് ആ മനോഹരമായ ഒരു പാലം വന്നിട്ട് ഇപ്പൊ ട്രെയിനിൽ നമുക്ക് ജമ്മു പോകാം, ശ്രീനഗറിൽ പോകാം, എവിടെ വേണേ പോകാം, അവർക്ക് ഏത് നിമിഷം ഡൽഹിക്ക് വരാം. ആ ഒരു അവസ്ഥയിലേക്ക് അവരെ നമ്മളിലേക്ക് ലയിപ്പിച്ചെടുക്കുകയായിരുന്നു. നമ്മൾ 370 പോയപ്പോൾ തന്നെ അവർ നമ്മുടെ ഭാഗമായി മാറുന്നു. ഈ പാലം കൂടെ വരുമ്പോഴത്തേന് അവരെ നമ്മളിലേക്ക്, നമ്മുടെ ആളാണ്. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് 2-3 മണിക്കൂർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താം, അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് എത്താം എന്ന് അതെ അതെ പറയുമ്പോൾ തന്നെ ദൂരം കുറയുമ്പോഴാണല്ലോ ബന്ധത്തിന്റെ ആഴം കൂടുന്നത്. ആ അതെ അതെ രീതിയിലേക്ക് മാറ്റിയെടുത്തു. മറ്റൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ് ഇന്ത്യ ചരിത്രത്തിലെ വലിയ പ്രഖ്യാപനം. 1931 ലാസ്റ്റ് ജാതി സെൻസസ് നടക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്ന ജാതി സെൻസസും വെച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. നായരിത്ര, ഈഴവരിത്ര, മറ്റവരിത്ര, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണക്ക് കൂട്ടും. വർഷാവർഷം ഇവർ ഉത്പാദിപ്പിക്കുന്ന കുട്ടികളുടെ എണ്ണം, അതിന്റെ ഉം. ശരാശരി. ആ ഒരു തള്ളാണ് നടക്കുന്നത്.
അതിന് യാഥാർത്ഥ്യം അറിയണം. ഇവിടെ യാഥാർത്ഥ്യം അറിയണമെന്ന് ഞാൻ പറയുന്ന കാര്യം, ഈ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ അനവധി നടന്നു. SC ST വിഭാഗത്തിന് വേണ്ടിയിട്ട് അനവധി പദ്ധതികൾ ഇവിടെയുണ്ട്. അതിന്റെ ഗുണം അവർക്ക് കിട്ടിയോ എന്ന് അറിയണമെങ്കിൽ അവരുടെ ഒരു സെൻസസ് അനിവാര്യമായ ഘടകം. പക്ഷേ SC ST സെൻസസ് ഇവിടെ കൃത്യമായി നമ്മുടെ രാജ്യം പണ്ടോട്ടേ എടുക്കുന്നുണ്ട്. SC ST വിഭാഗങ്ങളുടെ സെൻസസ് എടുക്കുന്നുണ്ട്. ഇനി മറ്റ് ആനുകൂല്യം കിട്ടുന്ന വിഭാഗങ്ങളില്ലേ, OBC ഉണ്ട്, മറ്റ് മൈനോറിറ്റികളുണ്ട്. ഇവരൊക്കെ മൈനോറിറ്റി ആണോ എന്ന് അറിയണ്ടേ? ഒരു സംസ്ഥാനത്ത് ഇവർ മൈനോറിറ്റി ആണോ എന്ന് അറിയണ്ടേ? ഇവർ മൈനോറിറ്റി ആണോ എന്നറിയണം. ഇനി ഇവരൊക്കെ ഇത് തന്നെ ആണോ എന്നറിയണം. ഇവരുടെ സാമൂഹ്യ നില ഉയർന്നോ എന്നറിയണം. നമ്മൾ പറയുന്നത് അവരുടെ സാമൂഹ്യ നില തകർന്നു നടക്കുന്നു നമ്മൾ പലരെ കുറിച്ച് പറയാറുണ്ട്. അവരുടെ സാമൂഹ്യ നില തകർന്നോ ഇല്ലെന്നൊക്കെ ഉള്ളത് ഈ സെൻസസിൽ കൂടെ വരണം. പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ആ ഒരു സെൻസസിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷം അവിടെ തീർന്നു. അത് നടത്താതിരുന്നിരുന്നു എങ്കിൽ മോദിക്കെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള നല്ല ആയുധമായിരുന്നു പ്രതിപക്ഷത്തിനത്. പക്ഷെ അദ്ദേഹം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ബീഹാറിലൊക്കെ ഈ സർവേ കഴിഞ്ഞതാ, ഈ സെൻസസ് കഴിഞ്ഞതാ. ബീഹാറിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ സെൻസസ് ഈ അടുത്ത സമയത്ത്, എനിക്ക് തോന്നുന്നു 2024 തന്നെ നിതീഷ് കുമാർ അത് പൂർത്തിയാക്കിയിരുന്നു. അദ്ദേഹം 23 അദ്ദേഹത്തിന്റെ പഴയ ടൈമിൽ തുടങ്ങിയതാണ്, അത് 24 പൂർത്തിയാക്കിയിരുന്നു. അപ്പൊ പിന്നെ ഇനിയിപ്പോ അടുത്തൊരു വിഷയം വരുന്നുണ്ട്. ഈ പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേനും ഇതിന്റെ ഡേറ്റാസ് പുറത്തു വിടണമെന്ന് പറയും. ഡേറ്റാസ് പുറത്തു വിടുമ്പോഴത്തേനും ഇതിനകത്തൊരു വലിയ അപകടമുണ്ട് ഇതിനകത്ത്. അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏത് ജാതിയാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആ ജാതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ പതിപ്പിക്കുന്നത്. മറ്റ് മതവിഭാഗങ്ങൾക്കോ മറ്റു ജാതികൾക്കോ യാതൊരുവിധ ഗുണം അവരെ ഒരു സൈഡിലേക്ക് തള്ളിക്കളയും. ഇതാണ് സംഭവിക്കുക ഇതിന്റെ ഒരു ഡേറ്റ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നം. പക്ഷേ ഈ ഡേറ്റ അങ്ങനെ വരില്ലല്ലോ. അതായത് ഇത് ഈ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ എത്രയുണ്ട് എന്നല്ലേ വരും. ഇപ്പൊ തിരുവനന്തപുരം ഇത്ര അങ്ങനെ അതെ അങ്ങനല്ല. ഈ സെൻസസ് എടുക്കുന്നത്, ഇത് ദേശീയ സെൻസസ് ആണ്. ഈ സെൻസസ് എടുക്കുന്നത് ഓരോ ബൂത്ത് വൈസ് അറിയാൻ പറ്റും. ബൂത്ത് വൈസിനകത്ത് എടുക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞത് ദുരുപയോഗം ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഈസിയാണ്. ഇതാണ് ഇതിനൊരു വലിയ അപകടം. ഇതൊരിക്കലും ഇത് പുറത്തു പോകാൻ പാടില്ല. ഇപ്പൊ കണ്ടോണം, ഈ സെൻസസ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ കടലാസ സംഘടനകൾ ഉൾപ്പെടെ പറയും തിരുവനന്തപുരത്ത് എത്രയുണ്ട്, വെഞ്ഞാറമൂടിൽ എത്രയുണ്ട്, ആറ്റിങ്ങിൽ എത്രയുണ്ട്, ആറ്റിങ്ങിലെ 8ാം വാർഡിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചു കൊടുക്കും. 10,000 വിവരാവകാശം കൊടുക്കും, മറ്റേത് കൊടുക്കും. അതിനൊരു ലോക്ക് വെക്കുക. ഇനി അറിയേണ്ട രാഷ്ട്രീയ പാർട്ടികളെ അത് അറിയിക്കുക, കോടതിയെ അറിയേണ്ടതാണ്, അവരെ അറിയിക്കുക. അല്ലാതെ ഇവിടെ കിടക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും അറിയിച്ചു കഴിഞ്ഞാലോ കുഴപ്പം. ആദ്യം ഇത് പൊളിറ്റിക്സ് ലീഡേഴ്സ് ഉപയോഗിക്കും, പിന്നെ ഇത് ഇവിടുത്തെ സോപ്പ് കമ്പനിക്കും പിന്നെ തുണി കമ്പനിക്കും കൊടുക്കും. കാരണം അവർക്കും ഈ ഡേറ്റാസ് അനിവാര്യമാണ്. ഈ കാസ്റ്റിന്റെയും മറ്റിപ്പം ഒരു പിന്നെ പെരുന്നാൾ വരുമ്പോഴത്തേനും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവിടെ മുസ്ലിം സമുദായം കൂടുതൽ ഉണ്ടാകണം, അല്ലേ? ഓണം വരുമ്പോഴത്തേനും ഇവിടെ ഈ ഉൽപ്പന്നം കൂടുതൽ ഇറക്കാമെന്ന് അവർക്ക്, ഇല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള സാധനം ഇറക്കിയാലേ അവർക്ക് ഇഷ്ടപ്പെടും, മുണ്ടുന്ന രീതി ഇറക്കിയാലേ ഹിന്ദുക്കൾ ഉപയോഗിക്കൂ, സ്ത്രീകൾ ഉപയോഗിക്കൂ, ഇല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് പോലും, ഞാൻ ആ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഇതിലേക്ക് പോകും. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. പക്ഷെ ഏതായാലും 2026-27 ആകുമ്പോഴേക്കും ജാതി സെൻസസ് പൂർത്തിയാകും. അത് അനിവാര്യമാണ്. എത്ര ജാതി ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? ഹിന്ദുമതം എത്രയുണ്ടെന്ന് അറിയണ്ടേ? ക്രിസ്ത്യൻ എത്രയുണ്ടെന്ന് അറിയണ്ടേ? സിഖ് എത്രയുണ്ടെന്ന് അറിയണ്ടേ? ഇപ്പൊ നമ്മളൊരു കൊട്ടത്താപ്പിനാണ് പോകേണ്ടത്. അത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ ഒരു കാര്യം അത് അദ്ദേഹം എടുക്കുന്നു. ഇനി 2027 വരാൻ പോകുന്നൊരു വലിയ കാര്യം, ഏക സിവിൽ കോഡ് 2027 വരും. അതിന് വേറൊരു പൊളിറ്റിക്കൽ ലൈനും കൂടെ ഉണ്ട്. ഞാൻ ഈ 2027 പറയുന്നത്, 2027 UP തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് ഏക സിവിൽ കോഡ് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഏക സിവിൽ കോഡ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സാധനം. പിന്നെ ഈ അടുത്ത വർഷത്തോടു കൂടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി മീൻസ് ആ ഇത് തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഇന്നലെ അറിഞ്ഞൊരു വാർത്ത, 2034 നമ്മൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആ രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. 2034 അതിന്റെ നടക്കും. ഇനി ഇതിനേക്കാൾ വലിയൊരു നൂലാമാലം നരേന്ദ്രമോദി അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പൊ വരാൻ പോകുന്നുണ്ട്, വലിയ പ്രശ്നം വരാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ മണ്ഡല പുനർ നിർണയം. അതാണ് ഇനി അടുത്തൊരു വലിയ വിഷയം. നമ്മുടെ ഇപ്പോൾ രാജ്യത്ത് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ഇതായിരിക്കും: ഏക സിവിൽ കോഡ്, മണ്ഡല പുനർനിർണയം വരുമ്പോൾ മഹാരാഷ്ട്രയിലും UP-യിലും അടക്കം വലിയ രീതിയിൽ തന്നെ സീറ്റ് വർദ്ധിക്കും. കേരളത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ മലപ്പുറത്ത് ഒരു സീറ്റ് കൂടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിലൊന്നും സീറ്റ് കുറയുന്നില്ല. പക്ഷേ സൗത്ത് ഇന്ത്യക്കാൾ കുറച്ചുകൂടെ സീറ്റ് വളരെയധികം നോർത്ത് ഇന്ത്യയിൽ കൂടും, പ്രത്യേകിച്ച് UP പോലുള്ളത് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏക സിവിൽ കോഡ് വരുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ബില്ലിനുള്ള നിയമങ്ങൾ അതിനകത്തുണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഇല്ലാതാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ജനസംഖ്യയുടെ പ്രശ്നവും അങ്ങനതൊക്കെ തന്നെ വരും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജാതി സെൻസസ് ആണ്. ഇതാണ് 2025 മുതൽ 27 വരെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ബില്ലുകളും പ്രധാനപ്പെട്ട വിഷയങ്ങളും. ഇതിലായിരിക്കും ഇനി ഈ രാജ്യത്തുള്ള ചലനങ്ങൾ. പ്രതിപക്ഷ പാർട്ടികൾക്ക് സമരം ചെയ്യാനും നമ്മുടെ ചാനലുകൾക്ക് ഡെയിലി ചർച്ച നടത്താനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനുമുള്ള അനവധി വിഷയങ്ങൾ ഈ 3 വിഷയങ്ങൾ തരും. ഇതൊരു വലിയ ചർച്ച തന്നെയാകും, കൊടുമ്പരി കൊണ്ട ചർച്ചയാകും. സെൻസസ് തുടങ്ങുമ്പോൾ തന്നെ ചർച്ച കൂടും, കാരണം ഗോസിപ്പുകൾ വരുമല്ലോ.
ഈ ഫേക്ക് ന്യൂസുകൾ വരും. ഇന്ന ജാതി കൂടുതൽ, ഇന്ന അതെ. മതം കൂടുതൽ എന്നൊക്കെ ഫേസ് എന്തായാലും വരും. അപ്പൊ അങ്ങനെ കണ്ടന്റ് വരുന്ന ക്രിയേറ്റേഴ്സിന് കോളായി. കോളായി. ഏതായാലും പ്രധാനപ്പെട്ട 3 ബില്ലുകളാണ് 2025 തൊട്ട് 2027 വരുന്നത്. ഏതായാലും ഏക സിവിൽ കോഡ് 2027 വരും. അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ചിലപ്പം 2025 ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം RSSന്റെ 100-ാം വാർഷികമാണ് 2025 ടു 26 എന്ന് പറയുന്ന വർഷം. അപ്പോൾ 25 എനിക്ക് തോന്നുന്നത് ശീതകാല സമ്മേളനത്തിൽ ഒരുപക്ഷെ നവംബറിലോ ഡിസംബറിലോ ഒക്കെ ഏക സിവിൽ കോഡ് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രമത്തിലേക്ക് പോകും. പക്ഷെ അതിന്റെ ഒരു വോട്ടെടുപ്പും കാര്യങ്ങളുമെല്ലാം 2027-നോടനുബന്ധിച്ചേ ഉണ്ടാവും. അതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ഈ ഇതിനകത്ത് വരുന്ന ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന നാളുകൾ അത്ര സുഗമമായിട്ടല്ല. ഈ എതിരാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതാണ് പ്രധാനമായി വരാൻ പോകുന്ന 3 ബില്ലുകൾ. ഇതിനിടയ്ക്ക് പാകിസ്ഥാനോട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ. അപ്പൊ സുഗമമല്ല. അപ്പൊ എന്തായാലും മോദി വീണ്ടും തുടരും എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു അവസരത്തിൽ നരേന്ദ്രമോദിയെ മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുന്നു മാത്രമല്ല, ജനങ്ങളും ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ ഇത് സാധ്യമാകൂ, മോദി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാകും. ആ ഒരു മുദ്രാവാക്യം അവർ കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇന്ദിര ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തും സാധ്യമാകും എന്ന് പറഞ്ഞതുപോലെ ഇവരിത് കൊണ്ടുവന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ മുദ്രാവാക്യം കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ മോദി ഉണ്ടെങ്കിൽ മാത്രമേ തുടരാൻ കഴിയൂ. കാരണം പുതിയൊരാൾക്ക് ഇത് എടുക്കാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിന് മാത്രമേ അത് കഴിയൂ എന്ന് നമുക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. എന്തായാലും എല്ലാം വളരെ പ്ലാനിങ്ങോടുകൂടെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിജുചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ RSSന്റെ 100-ാം വാർഷികത്തിൽ അത് കൊണ്ടുവരാൻ പോകുന്നു. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏക സിവിൽ കോഡ് മാറ്റിവെച്ചിരിക്കുന്നത്. എനിക്ക് മറ്റേ ശിവാജിയുടെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്, കിടക്കിற ഗ്യാപ്പിൽ എല്ലാ ആപ്പ് വെക്കിറിയ ശിവാജി എന്ന് പറയുന്നത് പോലെ. അതുപോലത്തെ ഒരു എന്തായാലും മോദി 3.0 ആദ്യത്തെ വർഷം ഒരു ട്രെയിലർ മാത്രമായിരുന്നു. പിക്ചർ അബീബി ബാക്കിയെ ഒരുപാട് സാധനങ്ങൾ ഒരു കുത്തൊഴുക്ക് പോലെ ഈ വർഷങ്ങളിൽ വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ബിജുചേട്ടൻ, താങ്ക് യു സോ മച്ച്.